again. I'm back to my home. Like, അയ്യോ, എൻ്റെ ഇഷ്ടത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതായിക്കോട്ടെ, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. എല്ലാം വാസ് ലൈക്ക് ഇറ്റ്സ് മൈ ഓൺ ഡെസിഷൻ. അപ്പോൾ ദ തിങ് ഈസ് ലൈക്ക് വെൻ യു ഹിറ്റ് ദാറ്റ് മൊമെൻറ്റ് നമുക്കിങ്ങനെ തോന്നൂലേ, നമ്മളിനി ഹോസ്റ്റലിലാണ്, നമ്മളിനി വീട്ടിലല്ല എന്ന ആ ഒരു മൊമെൻറ്റ് വരുമ്പം ഇറ്റ്സ് പ്രിറ്റി ഹാർഡ്. ആൻഡ് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഐ വാസ് ലൈക്ക് തിങ്കിങ്, എന്നോട് ഇങ്ങനെ പറഞ്ഞത് 20th ഞങ്ങളുടെ ക്ലാസ്സസ് തുടങ്ങുന്നതെന്നാണ്. ബട്ട് ഇപ്പോൾ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത് 20th ഇസ് ഓൾസോ ഓറിയൻറ്റേഷൻ, വിച്ച് ഇസ് വെരി ബോറിങ്. ടു ബി ഫ്രാങ്ക്, ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ബോറിംഗ് ആണ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ടഡ് ടു ഒരു ഓറിയൻറ്റേഷൻ ഞാൻ അറ്റൻഡ് ചെയ്തത്, ഇറ്റ് വാസ് വെരി ബോറിങ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നാട്ടിൽ തിരിച്ച് മമ്മിയുടെ കൂടെ ഇങ്ങ് വന്നു. ഐ ഡോണ്ട് നോ ഇഫ് ദർ ഇസ് എനി കോൺസിക്വൻസസ് ഞാൻ ഇത് അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഡസൻറ്റ് ഹാവ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ, എൻ്റെ റൂം, എൻ്റെ കട്ടിൽ വിത്ത് എ ന്യൂ തിങ്, ഐപാഡ്. കേൾക്കാൻ പറ്റുമോ? ഐപാഡ്. ഓക്കെ, സോ ഐ എം വെരി എക്സൈറ്റഡ്. ലൈക്ക് ഞാൻ ഷോർട്സിൽ ഇത് അപ്ലോഡ് ചെയ്തായിരുന്നു, ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു സിറ്റ് ആൻഡ് ടോക്ക് ടു യു ഗൈസ്. ആൻഡ് നിങ്ങൾ കുറേ പേര് കോൺസ്റ്റൻ്റ്ലി ചോദിച്ചൊരു കാര്യമാണ്, ഏത് കോളേജാണ്, എവിടെ ആണ്, എന്താണ് എടുത്ത കോഴ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ എല്ലാ ലാസ്റ്റ് വീഡിയോസിൽ യു ഗൈസ് നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ തന്നെയാണ് കമൻറ്റ് ഇട്ടാൽ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ലൈക്ക് കമൻറ്റ്സ് ആൻഡ് കമ്മിങ് ആൻഡ് ഓൾ. ആൻഡ് ഈവൻ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സിനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വിച്ച് കോഴ്സ് ഐ എം ടേക്കിങ്, ഞാൻ എവിടെയാണ് പോകുന്നത്. എല്ലാം എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രമല്ല. ഞാൻ ഇവിടെ നോക്കി സംസാരിക്കും, ഇവിടെ നോക്കി സംസാരിക്കും, ഇവിടെ നോക്കും, അവിടെ നോക്കി, എല്ലായിടും നോക്കിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഐ എം സോറി. ഓക്കെ ഞാൻ ഈ ഇത് ഓൺ ചെയ്തത് ഭയങ്കര ചൂട്. അയ്യോ, നല്ല വെയിലാണ് എൻ്റെ ഫ്രണ്ടിൽ. സോ ഇതൊരു ഉച്ചര സമയമാണ്. ഓക്കെ, ഞാൻ കാപ്പി കുടിച്ചിട്ടില്ല. ഞാൻ രാവിലെ ഒരു 8-9 മണിയായപ്പോൾ എണീറ്റു. പക്ഷേ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. സോ ഐ വോണ്ടഡ് ടു ഇത് എടുത്തിട്ട് പോയി കഴിക്കാമെന്നുള്ള പ്ലാനാണ്. ആൻഡ് ഇന്ന് ഐ മൈറ്റ് ബി ടേക്കിംഗ് എ വ്ളോഗ്, റാൻഡം വ്ളോഗായിട്ടായിരിക്കും എടുക്കുന്നത്. ആൻഡ് അതിൽ തന്നെ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേര് തന്നെ അങ്ങോട്ട് തുടങ്ങാം. മൈ നെയിം ഇസ് ധനി എസ് പ്രദിൽ. അത് തന്നെയാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഓക്കെ, പിന്നെന്ന് പറയുമ്പോൾ ഞാൻ എവിടെ താമസിക്കുന്നു, ഞാൻ ട്രിവാൻഡ്രമാണ് കേട്ടോ. ആൻഡ് സ്പെസിഫിക് ലൊക്കേഷൻ ഞാൻ പറയുന്നില്ല, നിങ്ങളെൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ ട്രിവാൻഡ്രമാണ്. ആൻഡ് എൻ്റെ വീട്ടിലുള്ളത് അമ്മ ആൻഡ് മൈ ബ്രദർ. ആൻഡ് അമ്മ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. ആൻഡ് എൻ്റെ അനിയൻ 10th കഴിഞ്ഞിപ്പോൾ 11th ഞാനിപ്പോൾ കോളേജ് ഫസ്റ്റ് ഇയർ ആയി. സോ ഞങ്ങൾ തമ്മിൽ അത്ര ഏജ് ഡിഫറൻസേ ഉള്ളൂ. പിന്നെ പറയാൻ വേണ്ടിയിട്ട് കോഴ്സിൻ്റെ കാര്യങ്ങളോട് പറയാം. ഞാൻ പഠിക്കുന്ന കോഴ്സസ് BA ജേർണലിസമാണ്. ആൻഡ് ജേർണലിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇംഗ്ലീഷ്, ജേർണലിസം, സൈക്കോളജി നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതാണ് ഞാൻ പഠിക്കുന്ന കോഴ്സ്. ആൻഡ് പിന്നെയെന്ന് പറയുമ്പോൾ ഏത് കോളേജ്, ഞാൻ ആചാര്യ കോളേജ് ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. ആൻഡ് എവിടെയാണ് പഠിക്കുന്നത്? ആചാര്യ കോളേജ് ബാംഗ്ലൂർ. ഓക്കെ, സിറ്റി യൂസ് ബാംഗ്ലൂർ. ആചാര്യ കോളേജ് എടുത്ത സമയത്ത് ഒരുപാട് മിക്സഡ് ഒപ്പീനിയൻസ് ആയിരുന്നു എനിക്ക്. അതായത് അത് ഭയങ്കര ഉള്ളിലോട്ടാണ്, എന്തിനാ അവിടെ പോയത്, ക്രൈസ്റ്റ് നോക്കിക്കൂടായിരുന്നു, സെൻറ്റ് ജോസഫ് നോക്കിക്കൂടായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. ബേസിക്കലി ഐ വാസ് പ്ലാനിങ് ടു മൂവ് ടു മുംബൈ. എനിക്ക് അമിറ്റി യൂണിവേഴ്സിറ്റി മുംബൈയിൽ കിട്ടിയത് ആളാണ് ഞാൻ. അപ്പോൾ മെനി അതർ റീസൺസ് ഐ കുഡിൻ ഗോ. ലൈക്ക് എന്നെ അത്രയും ദൂരം ഇവർക്ക് വിടാനുള്ളൊരു അതായത് നമ്മൾ പാരൻസിനെയും കൂടെ കുറച്ചൊക്കെ ലിസൺ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ബൈ ബിക്കോസ് ലൈക്ക് ദേ വർ ഓൾസോ റൈറ്റ്. നമുക്കിപ്പോൾ ട്രെയിൻ അല്ലെങ്കിൽ ഏത് ഫ്ലൈറ്റാണ് നമുക്ക് പോകാനുള്ള മാർഗം മുംബൈയിൽ. അപ്പം അല്ലെങ്കിൽ പിന്നെ ബൈ റോഡ് പോകണം. അപ്പം മുംബൈയിൽ ഫ്ലൈറ്റിൽ പോകുന്ന സമയമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തും, വിച്ച് ഇസ് കുറച്ച് എക്സ്പെൻസീവ്. എനിക്ക് എപ്പോഴും വന്ന് പോകാനൊന്നും പറ്റില്ല. ആൻഡ് പിന്നെ ട്രെയിൻ നോക്കുമ്പോൾ 2 ദിവസം ട്രെയിനിലിരിക്കണം, വിച്ച് ഇസ് അഗെയിൻ നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. സോ അതുകൊണ്ട് ഐ വാസ് ലൈക്ക് ഓക്കെ, എനിക്ക് ബാംഗ്ലൂർ നോക്കാം. ആൻഡ് പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് കുറച്ച് കോളേജ് നോക്കിയായിരുന്നു. നമ്മുടെ മാരിവാന്യൂസ് നോക്കി, അങ്ങനെ കുറച്ച് കോളേജുകൾ നോക്കി. പിന്നെ ഞാൻ അവിടെയും പോയില്ല. ആൻഡ് ഐ വാസ് വെരി ലേറ്റ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. അഡ്മിഷൻ എല്ലായിടത്തും കഴിയാറായി, ആ ഒരു മൊമെൻറ്റായി. അങ്ങനെയാണ് ഞാൻ ആചാര്യയിൽ വിളിക്കുന്നത്. ആൻഡ് ആചാര്യ വാസ് വെരി സ്പോണ്ടേനിയസ് ഡിസിഷൻ എന്ന് പറയുന്നില്ല, പക്ഷേ ആചാര്യ എന്നുള്ള പേര് ഇയേഴ്സായിട്ട് കേൾക്കുന്നൊരു പേരാണല്ലോ. ലൈക്ക് എവ്രി വൺ നോസ് ഇറ്റ്. ആചാര്യ കോളേജ് എന്ന് പറയുമ്പോൾ ലൈക്ക് സോ മെനി റീൽസ് ആൻഡ് ഓൾ. ടു ബി ഫ്രാങ്ക്, ഞാൻ ആ ഒരു റീൽസ് കണ്ടിട്ട് ഐ നോ ദാറ്റ്സ് ജസ്റ്റ് എ ഹബ്ബ. എൻ്റെ ഹബ്ബയിൽ നടക്കുമ്പോൾ ഉള്ള പരിപാടി. അത് കഴിഞ്ഞ് റിയാലിറ്റി ഈസ് വെരി ഡിഫറെൻറ്റ്, ഐ നോ ദാറ്റ്. അപ്പോൾ എവ്രി വൺ യൂസ് ടു കമ്പയർ ഇറ്റ് വിത്ത് ദാറ്റ്. ആ ഒരു ഗേൾസിനെ കണ്ടിട്ടാണ് എല്ലാവരും പോകുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെയൊന്നുമല്ല, ഞാൻ അങ്ങനെയല്ല പോയത്.
ആൻഡ് പിന്നെയെന്ന് പറയുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ അത്യാവശ്യം കുറച്ച് പേരെ കണ്ടു, കുറച്ചധികം മലയാളിയുണ്ട്. ആൻഡ് ബിഗ് പാർട്ട് ഈസ് ലൈക്ക് ഇവിടെ ട്രിവാൻഡ്രം പേട്ടി എന്നുള്ള ഒരാളുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഐ വാസ് ലൈക്ക് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ആൻഡ് ബട്ട് ഷീ ഈസ് ക്രിമിനോളജി ആൻഡ് ഞാൻ ജേർണലിസ്റ്റ് ആണ്. ബട്ട് നമുക്ക് കോമൺ സബ്ജക്ട്സ് ഉണ്ടല്ലോ. അല്ലാണ്ട് ജേർണലിസത്തിലുള്ള മലയാളീസിനെ കണ്ടു ആൻഡ് നോൺ മലയാളി ഫ്രണ്ട്സിനെ കിട്ടി. ആൻഡ് ഇറ്റ് വാസ് എവറിത്തിങ് വാസ് ഗോയിങ് റൈറ്റ് ആൻഡ് ഗുഡ് ടിൽ നൗ. ഞാൻ ഫസ്റ്റ് 2 ദിവസമേ കോളേജിൽ പോയിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതെന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഐ ഹോപ്പ് എവറിത്തിങ് വിൽ ടേൺ ഔട്ട് വെൽ, ബിക്കോസ് എല്ലാം നല്ലതായിട്ട് വരട്ടെ. പിന്നെയെന്ന് പറയുമ്പോൾ ആചാര്യ ഭയങ്കര ഉള്ളിലോട്ടാണ് എന്നുള്ളൊരു തോന്നും. എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഐ ഡോണ്ട് നോ വൈ അങ്ങനെ. എന്തോ എനിക്കെന്ന് പറയുമ്പോൾ ഞങ്ങൾ ട്രെയിനിൽ പോയപ്പോൾ യശ്വന്ത്പൂർ ഇറങ്ങി. യശ്വന്ത്പൂർ ടു ആചാര്യ നമ്മൾ ഊബർ എടുത്തിട്ടാണ് പോയി, വിച്ച് ഇസ് കോസ്റ്റ് മീ അറൗണ്ട് 300 സംതിങ് അറൗണ്ട്. ആൻഡ് എന്നിട്ട് ബട്ട് നിങ്ങൾക്ക് വേറെ തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വന്ന് മടിവാളയിൽ നിന്നാണ് കയറിയത്. ആൻഡ് അത് ഈവനിങ് ടൈമും ആയിരുന്നു, ഒടുക്കത്തെ ട്രാഫിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടുപോയി. അതൊരു 1.5 hour ട്രാഫിക്കിൽ ഞങ്ങൾ കാരണം അത്രയും സമയം എടുത്തു ഇവിടെ നിന്ന് മടിവാള എത്താൻ വേണ്ടിയിട്ട്. ആൻഡ് എനിക്ക് കുറച്ചും കൂടി മടിവാളേനെക്കാട്ടിലും നിയറസ്റ്റ് മെജസ്റ്റിക് ആയിരുന്നു, വിച്ച് ഐ നെവർ നോ ദാറ്റ് ലൈക്ക് ആ സമയത്ത്. ആൻഡ് ഞങ്ങളെടുത്ത ബസ് മെജസ്റ്റിക്കിലില്ലായിരുന്നു, മടിവാള അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ. അപ്പം വെരി മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു. ഇവിടെ നിന്ന് കുറേ പേര് പോയപ്പോൾ അയ്യോ അതൊരു കാട്ടിനകത്താണ്, എന്തിനാ അവിടെ പോയത്, ക്രൈസ്റ്റ് നോക്കിക്കൂടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഐ വാസ് വെരി സ്കെയർഡ്. ബിക്കോസ് ഞാൻ ഓൺലൈൻ ത്രൂ ആണ് എല്ലാം പ്രൊസീജിയർ എല്ലാം ചെയ്തത്. വൺസ് ഐ റീച്ച് ദ ക്യാമ്പസ് വാസ് വെരി നൈസ് ക്യാമ്പസ്. ലൈക്ക് കാണാനായിക്കോട്ടെ എല്ലാം നല്ല പ്രിറ്റി പ്ലേസ് ആണ്. ആൻഡ് ഇനി കോഴ്സും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റും എങ്ങനെയുണ്ടെന്ന്. ആൻഡ് ഞാൻ ഹോസ്റ്റലിലല്ല, അവിടെ പി ജിയിലാണ് നിൽക്കുന്നത്. ആൻഡ് പി ജിയിലുള്ള എൻ്റെ റൂംമേറ്റും ജേർണലിസ്റ്റാണ്, ബട്ട് ഷീ ഈസ് ഓൾസോ ക്രിമിനോളജി. ബട്ട് ജേർണലിസ്റ്റ് അല്ല, BA ആണ്, ക്രിമിനോളജി, സോറി തെറ്റിപ്പോയി, ഞാൻ ജേർണലിസം. അപ്പോൾ അതാണ്. ബട്ട് നമ്മൾ സെയിം ബാച്ച് തന്നെയാണ്, സെയിം ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് പേരെയൊക്കെ കണ്ടു. ഷീ ഈസ് ഓൾസോ മലയാളി. അങ്ങനെ കുറേ പേരെ കണ്ടു. ആൻഡ് നിറയെ മലയാളി. ലൈക്ക് ഞാൻ ആചാര്യയുടെ ഗേറ്റ് കഴിഞ്ഞ മുതൽ ത്രൂ ഔട്ട് ഫുൾ മലയാളീസ് എന്ന് വെച്ചാൽ മൊത്തം മലയാളീസ്. ഐ വാസ് ലൈക്ക് ഞാനിതെന്താ കേരളത്തിൽ തന്നെ വന്നു എന്നുള്ള പോലെ. ആൻഡ് എൻ്റെ മാം വാസ് ലൈക്ക് ഷീ യൂസ് ടു ഹെൽപ്പ് മീ ലോട്ട് ഓഫ് തിങ്സ്, ലൈക്ക് എന്നെ പ്രോസസ് അഡ്മിഷനിലൊക്കെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് എന്നിട്ട് ഐ വാസ് ടോക്കിംഗ് ഹർ ഇൻ ഇംഗ്ലീഷ് ആണോ. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എന്നോട് ഇടയ്ക്ക് ഹിന്ദി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ഇംഗ്ലീഷിൽ തന്നെയാണ്, എനിക്ക് ഹിന്ദി അങ്ങനെ ഭയങ്കര ഫ്ലുവൻ്റ് അല്ല. സോ ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചത്. ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് വേറൊരു മലയാളി വന്നിട്ട് മലയാളി സംസാരിച്ചു. അപ്പോൾ ഐ വാസ് ലൈക്ക് മാം മലയാളിയാണോ. അപ്പം അല്ല മലയാളി അല്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം. ഇറ്റ്സ് ലൈക്ക് ഓക്കെ. അങ്ങനെ അതൊരു പ്ലസ് ആയിരുന്നു. ആൻഡ് എന്നെ ഹെൽപ്പ് ചെയ്തായിക്കോട്ടെ ERP എടുക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്തതെല്ലാം മലയാളീസ് തന്നെയായിരുന്നു. അവിടെ നിറയെ മലയാളീസ് ഉണ്ട്, നമ്മൾ എവിടെ പോയാലും മലയാളീസ്. പിന്നെ നമ്മൾ ആരോടത്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുമ്പോൾ എന്നെ കാണുമ്പോൾ ഞാൻ തള്ളി മറിക്കുന്നില്ല. ബംഗാളിയായിട്ടോ നോർത്ത് ഇന്ത്യൻകാരായിട്ടോ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരാൾ എന്നോട് ബംഗാളിയിൽ സംസാരിച്ചു. ആൻഡ് ഐ വാസ് ലൈക്ക് എനിക്ക് ബംഗാളി അറിയില്ല. ആൻഡ് വേറൊരാൾ വന്നിട്ട് എന്നോട് ഹിന്ദിയിൽ 2-3 പേര് ഹിന്ദിയിൽ സംസാരിച്ചു. ആൻഡ് അമ്മേനോട് ഹിന്ദിയിൽ, ഞങ്ങളോട് ഹിന്ദിയിലാണ് എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഈവൻ മലയാളീസ് പോലും ഹിന്ദിയിലും ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പോൾ ലൈക്ക് എനിക്കെന്താ അങ്ങനെ ലുക്കും. പിന്നെ എൻ്റെ പേര് കേൾക്കുമ്പോൾ മൈറ്റ് ബി ധനീസ് പ്രദിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു മലയാളി നെയിമായിട്ടും തോന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ പിന്നെ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മലയാളി. ആൻഡ് അതിൻ്റെ അടുത്ത് നമ്മൾ 2-3 കഫേസിലൊക്കെ പോയിട്ടോ. ആ കഫേയിലൊക്കെ വാസ് മലയാളീസ്. പിന്നെ ഓൺലി തിങ് ഇസ് ആൻഡ് ഐ എം നോട്ട് എ വെജിറ്റേറിയൻ പേഴ്സൺ, ബട്ട് ദ തിങ് ഇസ് മൈ ക്യാമ്പസ് ആൻഡ് മൈ നിയറസ്റ്റ് കഫേസ് എല്ലാം വെജിറ്റേറിയൻ ആണ്, വിച്ച് ഇസ് ദ ഫുഡ് വാസ് റീസൺ. പക്ഷേ എൻ്റെ PGയിൽ നോൺ വെജ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ആൻഡ് PG ഡീറ്റെയിൽസ് എല്ലാം ഞാനിനി അങ്ങോട്ട് പറയാം, ഒന്ന് സെറ്റിൽ ആവട്ടെ. ഞാൻ 2 ഷെയറിംഗ് ആണ് നോക്കി. ഞാൻ സിംഗിൾ ഷെയറിംഗ് നോക്കി, റൂംസ് ആർ നോട്ട് അവൈലബിൾ. 2 ഷെയറിംഗ് നോക്കി, എഗെയിൻ അതും കിട്ടുമോ കിട്ടൂലേ എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂസിങ് സ്റ്റേജാണ്. 3 ഷെയറിംഗ് ആയിരിക്കണം എനിക്ക് കിട്ടുന്ന റൂം. ഞാൻ മാക്സിമം 2 ഷെയറിംഗിലെങ്കിലും നോക്കും, ബിക്കോസ് എനിക്ക് കുറച്ച് പ്രശ്നമാണ്. എനിക്കിങ്ങനെ ഐ വാസ് ലിവിങ് അലോൺ ഇൻ മൈ ദിസ് ഹ്യൂജ് റൂം. അപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് എനിക്ക് 3 ഷെയറിംഗ് ഒക്കെ പോകുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, നോക്കാം. ഓക്കെ, കം ടു ദിസ്. It's might be a very big video. You can watch it in 2x. Okay, let's unbox. Already unbox ചെയ്തു, ഇതൊക്കെ ഉണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി പൊട്ടിക്കാം. ആ സ്റ്റിക്കർ ഇളക്കുന്ന ഫീലൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും, ആസ്വദിച്ച് ആ സ്റ്റിക്കർ ഇങ്ങനെ പീൽ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ബ്ലാങ്കാണ്. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾ നോക്കുന്നു. ആൻഡ് ബൈ ദിസ് ടൈം ലൈക്ക് മൈജി ആക്ലോത്താണ് നമ്മൾ പോയത്. ആൻഡ് ഐ വാസ് വെയറിങ് ആ ഓഫ് ഷോൾഡർ ടോപ്പ് ആൻഡ് ഓൾ. ആൻഡ് ഞാൻ അവിടെ ചെന്ന് കയറിയതും എന്നെ ഒരുമാതിരി എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഓറ പോയി, ഓറ മൈനസായി. ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ അമ്മ വാസ് ലൈക്ക്
നിൻ്റെ ഡ്രസ്സ് കാരണമാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പം ഞാൻ അതിന് ആകെ ഒരു ഹാഫ് ഷോൾഡർ ഡ്രസ്സാണ് ഇട്ടിരുന്നത്, ലൈക്ക് എസമെട്രിക്കൽ ടോപ്പ് ആൻഡ് ജീൻസ്. വേറെ കൈ കുറച്ചിങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കും, ഇവിടെ മുകളിൽ കിടക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതെന്താ ഇങ്ങനെ. ആൻഡ് അതും നോ ഒഫെൻസ് ടു ദ പീപ്പിൾ ഓവർ ദെയർ ആൻഡ് ഓൾ, അത് എന്തുകൊണ്ടാണ് അവർ നോക്കിയാലും ഞാൻ എൻ്റെ സൗന്ദര്യം കണ്ടോന്നൊന്നും ഞാൻ പറയൂല. പക്ഷെ കയറി വന്നതിങ്ങനെ നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കൂലേ, അങ്ങനെ നോക്കി. അപ്പോൾ തന്നെ എൻ്റെ ഓറ മൈനസായി. ഞാൻ പിന്നെ ഭയങ്കര ഇൻസെക്യൂർഡാണ്. ഞാനിങ്ങനെ ടോപ്പൊക്കെ പിടിച്ച് നടന്നു കുറച്ച് നേരം. പിന്നെ ഐ വാസ് ലൈക്ക് എന്തിനാണ് ഞാനങ്ങനെ ഇൻസെക്യൂർഡ് ആവുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ നോർമലി കുറച്ച് കഴിഞ്ഞു. പക്ഷെ പെട്ടെന്ന് നമ്മൾ അവിടെ മെജോറിറ്റി നിൽക്കുന്നത് മെയിൽ സ്റ്റാഫ്സ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഓക്വേർഡ് ഫീൽ തോന്നില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് അവർ ബാഡ് ഇൻറ്റൻഷനിൽ നോക്കി അല്ലെങ്കിൽ അവരങ്ങനെയാണ്, അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ നോക്കും. നമ്മളിപ്പോൾ എവിടെ ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ ഇവിടുത്തെ സ്ഥലങ്ങളിൽ ഞാൻ ഷോർട്ട്സ് ഇട്ട് പുറത്തിറങ്ങിയാലും ഇങ്ങനെ നോക്കും. ആ ഒരു ഇങ്ങനെ ഞെട്ടിയിട്ടുള്ളൊരു നോട്ടം പോലെ ഐ ഫെൽറ്റ്. നോ ഒഫെൻസ് ടു ലൈക്ക് ഒരു ബാഡ് ഇൻറ്റൻഷനിൽ ഞാൻ പറഞ്ഞതല്ല, പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പം തന്നെ എൻ്റെ ഓറ മൈനസായി. അത് കഴിഞ്ഞ് ഐപാഡ് എടുക്കുമ്പോൾ എൻ്റെ പേരിലാണ് ബില്ല് ചെയ്തത്. അതിന് അമ്മയ്ക്ക് ലോയൽറ്റി പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു, വിച്ച് വി കനോട്ട് റെഡീം. അപ്പോൾ ആ ടൈമിൽ പിന്നെ നമ്മൾ അത് പെട്ട് അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് എനിക്ക് വിശക്കുന്ന, അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഒരു പ്രാന്തെടുത്ത അവസ്ഥയിലായിരുന്നു. എന്നിട്ട് ഇവർ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് അൺബോക്സ് എന്നുള്ള പോലെ തന്നു. ഞാൻ എൻ്റെ ഇങ്ങനെ സെയിം ആസ് യൂഷ്വൽ എനിക്ക് എന്താണെന്ന് പറയുക, ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആകുന്ന സിറ്റുവേഷൻസിൽ എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കും, വേർത്തിട്ട് ഭയങ്കരമായിട്ട് വിറയ്ക്കും. അപ്പോൾ എനിക്കിത് പീൽ ചെയ്യാൻ കിട്ടുന്നില്ല. ആൻഡ് ഇതിൻ്റെ ബട്ടൺ എവിടെയാണെന്ന് ഞാൻ മറന്നു. ആൻഡ് ഈ സാധനം പേപ്പർ കീറി വന്നു, ഒരു മിനിറ്റ് കാണിച്ചാൽ. ഈ സാധനം ആക്ച്വലി ഇവിടെ നിന്നല്ല ഇങ്ങനെ നമ്മൾ പൊളിക്കുക. ഞാൻ ഇങ്ങനെ വെച്ച് ഇവിടെ നിന്ന് വലിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. അതിന് കുറേ മണ്ടത്തരം കാണിച്ചു വൈൽ ഐ എം അൺബോക്സിങ് ദിസ്. അങ്ങനെയൊക്കെ ഫൈനലി ഞാൻ അൺബോക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി. അവർ തന്നെ നമുക്ക് പകുതി എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഭയങ്കര പാടൊന്നുമില്ല. പിന്നെ ഞാൻ വന്നിട്ട് എല്ലാവരെല്ലാം ഒരു ഓൾമോസ്റ്റ് സെറ്റാക്കി. പിന്നെ ഞാൻ വന്ന് എൻ്റെ ആപ്പിൾ ഓൾറെഡി എനിക്കുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ആപ്പിൾ ID സെറ്റ് ചെയ്തു. എനിക്ക് ഒരു സാധനം കൂടെ കാണിക്കാം. മൈജിന്ന് ആക്ച്വലി ഐപാഡ് മേടിച്ചപ്പോൾ ഒരു പെർഫ്യൂം ഫ്രീ തന്നായിരുന്നു. അത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ തല നെവർ മൈൻഡ്. ഓക്കെ, ദിസ് ഈസ് ദാറ്റ് ഐപാഡ്. ഓക്കെ, അതിൻ്റെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ നല്ല സമയമായതുകൊണ്ട് ഞാൻ ഐപാഡ് എടുക്കുന്ന സമയമായപ്പോൾ ഐപാഡിനെല്ലാം ആപ്പിൾ പ്രൊഡക്ട്സിനെല്ലാം പ്രൈസ് ഇൻക്രീസ് ആയി. അങ്ങനെ ഞാൻ സെക്കൻഡ് ഹാൻഡൊക്കെ നോക്കിയതായിരുന്നു. ഒരു എന്താ പറയുക 128 GB ഒക്കെ വരുന്ന സിൽവർ ആൻഡ് ഓൾ. ബട്ട് എൻ്റെ ഇതിന് എനിക്ക് മീൻസ് ലൈക്ക് എന്താ പറയുക, എനിക്ക് എൻ്റെ മൈൻഡിൽ സിൽവർ അല്ല പിങ്ക് വാസ് ഫിക്സ്ഡ്. ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് എക്സാക്ട്ലി സെയിം ഈ പിങ്ക് സാധനമാണ്. അപ്പോൾ എനിക്ക് എവിടെയോ എൻ്റെ മൈൻഡിൽ അതങ്ങ് ഫിക്സായി. അപ്പോൾ എനിക്കിനി സിൽവർ കണ്ടിട്ട് പറ്റുന്നില്ല. ഞാൻ പലയിടത്തും വിളിച്ചു നോക്കി, ഉണ്ടോ ഇതുണ്ട്. അപ്പോൾ അവരോട് ന്യൂ സ്റ്റോക്ക് വന്നിട്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ ഫൈനലി ആക്കുള്ള മൈജിയിൽ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഉണ്ട്, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂർ പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് എനിക്കിപ്പോൾ വന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവരെ വിളിച്ചിട്ട് നമ്മൾ പ്രീ ബുക്ക് ചെയ്തു. പ്രീ ബുക്കല്ല, അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഒരു 2000 or 1000 ഇപ്പോൾ പേ ചെയ്യുവാണെങ്കിൽ നമുക്കത് ബുക്ക് ചെയ്യാം, പിന്നെ വന്നിട്ട് എടുത്താൽ മതി. അങ്ങനെ നമ്മൾ അപ്പം തന്നെ അടച്ചു, എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ പിന്നെ ഇന്നലെ പോയിട്ടാണ് ഇതെടുക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദാറ്റ് ഐപാഡ്. ആൻഡ് ഇതിൻ്റെ കൂടെ പിന്നെ വരുന്നത് എന്താണ്, ഒരു ആപ്പിൾ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിക്കർ ഉണ്ടോ? ഇപ്പോൾ സ്റ്റിക്കർ ഇല്ല എന്നാണ് തോന്നുന്നതായി തോന്നുന്നു. എന്താ അതിനകത്ത് കുറേ ബുക്കൊക്കെ, അത് പിന്നെ ഇതിൻ്റെ ചാർജർ ആൻഡ് ഇത് കേബിൾ. ഞാൻ വിചാരിച്ചു ഇതൊന്നും കാണില്ല എന്ന്, ബിക്കോസ് യൂഷ്വലി അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ അതിനകത്തുണ്ട്. ആൻഡ് ദിസ് ഇസ് അവർ സ്റ്റാർ ഓഫ് ദ മാച്ച്. ഇതിന് ഇതുവരെ സ്ക്രീൻ കാർഡ് ഇട്ടിട്ടില്ല, കേസ് ഇട്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാത്തത്. പക്ഷെ ഞാൻ വാൾപേപ്പർ ജസ്റ്റ് ഒന്ന് ഇട്ടായിരുന്നു. ലെറ്റ് മീ ജസ്റ്റ് ഷോ യു. ഒരു ഗിങ്കം പ്രിൻറ്റ് വരുന്ന ഈ ഒരു സാധനം ഞാൻ ഇട്ടു. എന്നിട്ട് ഞാൻ അത്യാവശ്യം ആപ്പൊക്കെ എടുത്തു. എസ്പെഷ്യലി ഞാൻ ഈ ആപ്പൊക്കെയാണ് എടുത്തത്. മീൻസ് യൂട്യൂബ്, പിൻട്രസ്റ്റ്, ഇൻഷോട്ട്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, അതൊക്കെ എടുത്തു. ബിക്കോസ് അതാണ് മെയിൻ ക്യൂട്ട് പാർട്ട് ഇസ് ലൈക്ക് ടു സ്ക്രോൾ ഓൺ ദിസ് പിൻട്രസ്റ്റ്. ഐ വിൽ ഷോ യു. എന്തൊരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴേ പിൻട്രസ്റ്റ് ഇസ് സംതിങ് വിച്ച് ലൈക്ക് വെരി ഭയങ്കര ഒരു രസമുണ്ട്. ഇത് ഫോക്കസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. മൈറ്റ് ബി നിങ്ങൾക്ക് അവിടെ ചെടിയുടെ ഒരു ഇതടിക്കുന്നുണ്ടാവും, കണ്ടോ? സോ ക്യൂട്ട്. എനിക്കിപ്പോൾ ഭയങ്കര പ്രൊഡക്ടിവിറ്റിയൊക്കെ ഇത് കിട്ടിയപ്പോൾ. അപ്പോൾ ഞാൻ ഭയങ്കര കുത്തിയിരുന്ന എഡിറ്റിംഗ് ഒക്കെ ആയിരുന്നു ഇന്നലെ.
ആൻഡ് 2 വീഡിയോ ഓൾമോസ്റ്റ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെഡ്യൂളല്ലോ, സ്കെഡ്യൂളല്ലേ, ഓക്കെ, സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ 15 മിനിറ്റോളം ഞാൻ കിടന്ന് സംസാരിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ജസ്റ്റ് സ്റ്റോപ്പ് ഹിയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയും, നിങ്ങൾക്ക് സംസാരിക്കുന്ന വീഡിയോസ് ഇഷ്ടമാണോ അത് വോയിസ് ഓവർ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാണോ? സോ അതും താഴെ പറയും, ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ മൈ ഐപാഡ് സ്റ്റോറി. ഇനി ഐപാഡ് എടുത്തതിൻ്റെ സ്റ്റോറി വാസ് ലൈക്ക് ദിസ്. പിന്നെ എനിക്ക് കോളേജിലൊക്കെ പോയി ഞാൻ ആപ്പാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ആപ്പിളിൻ്റെ നിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഞാൻ പറയട്ടെ, ഐപാഡ് അല്ല ആപ്പിളിൻ്റെ ആ ഒരു എന്ന് പറയുമ്പോൾ ഒരു 13 ഇഞ്ച് വരും. ഇതാകുമ്പോൾ ഒരു അത്രയും ഇല്ല. സോ ഇതെനിക്ക് ഈസിലി അയക്കാൻ പുതുസമായി. ഇവിടേക്ക് എൻ്റെ ഫിംഗർ പ്രിൻ്റ് ആയി കേട്ടോ, ഇതെല്ലാം ക്ലീൻ ആക്കണം. സ്ക്രീൻ ഗാർഡ് ഒന്ന് ഒട്ടിക്കുകയുള്ളൂ. എന്താ പറയുക, ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക്ക് ഒന്ന് മാറി. എനിക്കിതെൻ്റെ ബാഗിലായിക്കോട്ടെ എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റും. ഐ ക്യാൻ യൂസ് ഇറ്റ് വെരി ഈസിലി ആൻഡ് ഓൾ. ഭയങ്കര സുഖമാണ് എല്ലാത്തിനും. അപ്പോൾ എനിക്ക് കൂടുതൽ കംഫർട്ട് ഇതാണ്. പിന്നെ നമ്മൾ ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്ന് വർക്ക് ചെയ്യുക, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ആ പ്ലേസിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ വർക്ക് ചെയ്യുക. ഇത്രയല്ലേ പറ്റുള്ളൂ. ഇത് വെച്ച് എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. ലൈക്ക് എനിക്ക് ക്യാൻ പുട്ട് ഓൺ മൈ ബാഗ് ആൻഡ് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. സോ അതുകൊണ്ട് ആണ് ഞാൻ ഇതെടുത്തത്. ഇറ്റ്സ് ലൈക്ക് മോർ യൂസ്ഫുൾ ഫോർ മീ റൈറ്റ് നൗ. അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ആപ്പിളിൻ്റെ ഒരു ലാപ്ടോപ്പിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സോ അതുകൊണ്ടാണ് ഐ ടുക്ക് ദിസ്. ആൻഡ് ഓൾസോ ഇറ്റ് വാസ് ഓൺ മൈ വിഷൻ ബോർഡിലുണ്ടായിരുന്നു. സോ യാ, ദിസ് ഇസ് ഇറ്റ്. ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ വാൾപേപ്പർ മാറ്റും. ഇറ്റ് വാസ് ലൈക്ക് വെരി ബേസിക് ആൻഡ് ഓൾ, വെരി പിങ്ക് കളർ ആണ് ഇപ്പോൾ കറൻ്റ്ലി ഇട്ടിരിക്കുന്നത്. സോ അത്രേ ഉള്ളൂ. ആൻഡ് ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ എന്ന് ഞാൻ പറയില്ലല്ലോ, ഇനിയുണ്ടല്ലോ വീഡിയോ കാണാൻ. സോ ഇനിയുള്ള മെയിൻ തിങ് അത് ഞാൻ കാണിച്ചു തരാം. 1 minute. ദിസ് ഈസ് ദാറ്റ് അവസ്ഥ ഓഫ് മൈ റൂം, ഓക്കെ. ഇത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്യാനുള്ള പെട്ടി, വിച്ച് ഐ ആം ഗോണ പാക്ക് സൂൺ. അവിടെ എല്ലാം വൃത്തിയാക്കണം. ആൻഡ് ദിസ് ഏരിയ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ? അതെ, കണ്ടോ? ദാറ്റ് ഏരിയ വാസ് ഓൾസോ കഴുകി വെച്ചേക്കുന്ന തുണികളാണ് അവിടെ ഇട്ടിരിക്കുന്നത്. മടക്കിയാണ് വെച്ചത്, പക്ഷേ ആ മടക്കിയ ടവർ ഒന്ന് ഇടിഞ്ഞ് വീണു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പോയിട്ട് റെഡിയാക്കണം. സ്കിൻ കെയർ ചെയ്തു. ആൻഡ് ഞാനിപ്പോൾ പിന്നെ ഞാൻ സ്കിൻ കെയർ കാണിക്കാത്ത വെച്ചാൽ സെയിം പ്രോഡക്റ്റ്, സെയിം തിങ്. മുടി ഒരുക്കി ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ എന്തിതാണിത് മുടി. ഞാൻ ബാംഗ്ലൂരായിരുന്ന സമയത്ത് ഞാൻ 2 days ആണല്ലോ അവിടെ ഉണ്ടായിരുന്നത്. ഈ 2 days ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഒട്ടും ഓയിൽ അങ്ങനെ വന്നില്ല എൻ്റെ ഹെയറിൽ. ഇവിടെ വന്ന് ഇന്നലെ ഞാൻ ഹെയർ വാഷ് ചെയ്ത മുടിയാണ്. ക്യാൻ യു സീ ഇറ്റ്? ഇതെന്താ നാഗകന്യകയുടെ മുടിയോ? ഇതിന് വളഞ്ഞൊക്കെ ഇരിക്കുന്നത്. ഇവിടെയൊക്കെ ഓക്കെ അല്ല, കണ്ടോ എന്ത് അടിപൊളിയായിട്ട് കിടക്കുന്നത്. ഫ്രണ്ട് പോർഷൻ കണ്ടോ? ഐ എം ഡൺ വിത്ത് ദിസ്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾ ബാക്കി കാണും കേട്ടോ. ബാക്കി എനിക്ക് സംസാരിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ക്ലീൻ ചെയ്യാനായിരിക്കും പോകുന്നത്. ആദ്യം ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ദെൻ ഐ ക്ലീൻ, ദെൻ ഐ എഡിറ്റ്. പിന്നെ ഈവനിങ് ആകുമ്പോൾ പുറത്ത് പോകണം. അതായത് ഈവനിങ് അല്ല, ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് തന്നെ പുറത്ത് പോകും. ബിക്കോസ് എനിക്ക് എൻ്റെ സ്കൂളിൽ പോയിട്ട് 12th സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല, അത് മേടിക്കണം. ആൻഡ് യാ, അത്രേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഫോണിന് എന്തൊക്കെ പ്രശ്നമുണ്ട് കേട്ടോ, ക്ലാരിറ്റി ഒന്നുമില്ല. എനിക്ക് വിഷമാവുന്നു. ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഒറിജിനലി. ഓക്കെ, മൈറ്റ്. ഞാനിപ്പോൾ പോയി കുളിച്ചു. ദാറ്റ് ലൈക്ക് ഓൾ മൈ പീരിയഡ്സ് ഓൾമോസ്റ്റ് ഗോണ എൻഡ് റൈറ്റ് നൗ. സോ അപ്പം നമ്മളിങ്ങനെ കുളിച്ചിട്ട് വരുമ്പോൾ കിട്ടുന്നൊരു സുഖം ഓൺലി ഗേൾസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഐ വാസ് വാച്ചിങ് സം വീഡിയോസ് ഓൺ മൈ ഐപാഡിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. കാണിച്ചത് ഈ ഒരു സാധനം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിനകത്തൊരു പെർഫ്യൂം ഉണ്ട്, അത് അൺബോക്സ് ചെയ്യാമെന്ന്. മുഖം കുറച്ച് ഓയിലി ആയിരിക്കും, ബിക്കോസ് ഞാൻ മോയ്സ്ചറൈസർ നല്ല വാരി പൊത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദാറ്റ് പെർഫ്യൂം. കിളി പോയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദാറ്റ് പെർഫ്യൂം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. മൈജിയിൽ നിന്ന് കിട്ടിയതാണ്. പണ്ട് ഹെഡ്ഫോണും ഇതൊക്കെ ആയിരുന്നു, ഇപ്പം പിന്നെ പെർഫ്യൂമിലൊക്കെ ഒതുക്കി. അയ്യോ, ഞാൻ കുളിച്ചതാ ഇപ്പം വന്ന് ഇങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇത്രയും നേരം ഞാൻ വാസ് എഡിറ്റിങ്. എൻ്റെ ഫോണ് ഇതെല്ലാം വെച്ച് ഞാൻ ഫുൾ എഡിറ്റിംഗ് ആയിരുന്നു, മാരത്തോൺ എഡിറ്റായിരുന്നു. എന്നിട്ട് ഞാൻ എല്ലാം കൊണ്ട് ചാർജ് ഇട്ടിട്ട് ഞാൻ നല്ല സമാധാനമായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ പോയി, തലയല്ല ബോഡി ചൂടുവെള്ളത്തിൽ നല്ലപോലെ കുളിച്ചു. എന്നിട്ട് ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് അങ്ങോട്ട് കുളിച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇവിടെ വന്നിട്ട് വീഡിയോ ഓൺ ചെയ്ത് ലൈക്ക് ഇങ്ങനെ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഇതിൻ്റെ കാര്യം ആലോചിച്ചത്. ഇത് ഞാൻ അൺബോക്സ് ചെയ്തില്ലല്ലോ. സോ അത് നമുക്കിപ്പോൾ ചെയ്യാം. തുറക്കാനാണ് പാട്.
ഇത് കർട്ടനാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, ഇത് കാണുമ്പോൾ എന്തോ ഒരു സംഭവം വെട്ടം ഇവിടെ വന്ന് നിൽക്കുന്നതല്ല, അതാ ലൈറ്റ് ഇതിലടിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് പെർഫ്യൂം അൺബോക്സ് ചെയ്യാം. ഇതെനിക്ക് തോന്നുന്നു മെൻസിൻ്റെ പെർഫ്യൂം ആണോ ഇത്? അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ അനിയന് കൊടുക്കും. ഇത് ചെറിയ പെർഫ്യൂം, ഇറ്റ്സ് ലുക്സ് ലൈക്ക് ഒരു മെൻസ് പെർഫ്യൂം പോലെ. എനിക്കിഷ്ടപ്പെട്ടില്ല, കൊള്ളൂല. ഇതെന്തത് അടിച്ച് കയറുന്ന മണം, എനിക്ക് ഇത്രയും പറ്റില്ല. ഐ മീൻ ഫ്ലോറൽ സ്വീറ്റ് വാനില സോർട്ട് ഓഫ് ഗേൾ. സോ അതുകൊണ്ട് എനിക്കിത് പറ്റില്ല. അപ്പം ഞാനിത് എൻ്റെ അനിയനെ കൊണ്ട് കൊടുത്തിട്ട് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. അല്ല, അവന് ഓർമ്മയുണ്ട് ഈ പെർഫ്യൂം കിട്ടിയത്, കാട്ടയാത്ത അങ്ങനെയായിരിക്കും. ഇത് അവനെ കൊണ്ടേ കൊടുത്തിട്ട് റിയാക്ഷൻ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് റിയാക്ഷൻ എടുത്താൽ അത് പോസ്റ്റ് ചെയ്യാൻ ഞാൻ പിന്നെ കാണത്തില്ല. സോ അവന് വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. സോ നമുക്ക് പോയി നോക്കാം. ഐ ക്ലീൻഡ് കുറച്ചൊക്കെ, ആ ഡ്രസ്സ് കൊണ്ടുപോകാനുള്ളതൊക്കെ കൂടിയാണ്, അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ. ഈ ഒരു പെട്ടിയും ഞാൻ അപ്പം സോർട്ട് ചെയ്യാം. ബാലൻസ് ഇതിപ്പോൾ പൊട്ടിച്ചിട്ട് തന്നെ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ ഒരുവിധം ക്ലീൻ ആക്കി. യാ, സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ചു വന്നു. നിങ്ങൾ ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടിട്ടുണ്ടാവില്ല. ഐ നോ ദാറ്റ് ലിറ്റ് ലൈക്ക് ലോങ് ഗെറ്റ് റെഡി വിത്ത് മീ. ഞാനതിനെ ഷോർട്ടായിട്ടായിരിക്കും വ്ളോഗിൽ ഇട്ടിട്ടുണ്ടാവുക. സോ നിങ്ങൾക്ക് ആ ഒരു ലോങ് ഗെറ്റ് റെഡി വിത്ത് മീ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഇന്നലെ അല്ല പറയട്ടെ, ഈ വ്ളോഗിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. അത് ഞാൻ ഇന്നലെ ഐപാഡ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കാണിച്ചായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി ഒരു മൂവിക്ക് പോവാം വിത്ത് വൺ ഓഫ് മൈ ഫ്രണ്ട്. ലൈക്ക് നമ്മൾ ഭയങ്കര യാദർശികമായ ഫ്രണ്ടായ ഒരു ഫ്രണ്ടാണ് എൻ്റെ. അപ്പോൾ ആ ഫ്രണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട്, അപ്പോൾ ഞാനും ഇപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടുമൊക്കെ ഇപ്പോൾ ഫ്രീ ആണ്. സോ ഞങ്ങൾ യൂഷ്വലി കാണാൻ പോകുന്നത് ഹിന്ദി ഫിലിംസാണ്. ഞങ്ങൾക്ക് ഹിന്ദി ഫിലിംസാണ് ഞങ്ങളുടെ കപ്പ് ഓഫ് ടീ. അപ്പോൾ ഇന്ന് പക്ഷേ നമ്മൾ തമിഴ് ഫിലിമിന് പോകുന്നത് വെച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൽ ആസ് യൂഷ്വൽ വരാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഫിലിമിന് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഫിലിമിന് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 5:30 ആയി. അപ്പോൾ അമ്മ വരുമായിരുന്നെങ്കിൽ എനിക്ക് അമ്മയുടെ ചായ കുടിച്ചിട്ട് പോകുമായിരുന്നു. ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയാണോ ഇവിടെ വീട്ടിൽ വന്നതെന്നുള്ള പോലെ. സോ ഞാൻ ചായ കുടിച്ചിട്ട് ഒരു 6:50 നമ്മുടെ ഫിലിം വരുന്നത്. പക്ഷേ 6:50 മുന്നേ എനിക്ക് എത്തണം. ലുലുവിൽ തന്നെയാണ്. ലുലുവിൽ ഏക എന്ന് പറയുന്ന ക്ലിനിക്കിലാണ് ഞാൻ എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് എൻ്റെ ബ്ലഷ് ബ്ലെൻഡായില്ലേ, അവരുടെ അടുത്ത് പോയിട്ട് ഒന്നും കൂടി ഇന്ന് എൻ്റെ സ്കിൻ അപ്പോയിൻമെൻ്റ് ഉണ്ട്. സോ അപ്പോൾ സ്കിൻ ഡോക്ടറിനെ കണ്ടിട്ട് 6:50 ആകുമ്പോൾ നമ്മൾ ഫിലിമിന് കയറും. ദിസ് ഈസ് അവർ പ്ലാൻ. അപ്പോൾ ഹിൽ കം ടു പിക്ക് മീ ഇൻ വെരി ഇപ്പോൾ വരും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോപ്പ്ഫുള്ളി ഇപ്പോൾ വരുമായിരിക്കും. 6 മണിയാകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അമ്മ അതിന് മുന്നേ വന്ന് ചായ ഇട്ട് കുടിച്ചിരുന്നെങ്കിൽ വെരി നൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ഒരു ദിവസത്തെയും കൂടെ വീഡിയോ കാണിച്ചിട്ട് ഈ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നും കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ. ആൻഡ് ഇന്ന് നമ്മുടെ കേസ് വരും. അതാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഇതിൻ്റെ കേസ് ഒന്ന് വരും. ഇതും കൊണ്ട് മൊത്തം എൻ്റെ ഫിംഗർ ഇതാണ്. ഞാൻ സ്ക്രീൻ ഗാർഡ് ഇതുവരെ ഒട്ടിച്ചില്ല. എനിക്ക് ഒട്ടിക്കണമെങ്കിൽ നല്ല പേടിയുണ്ട്, അതുകൊണ്ട് യൂസ് ചെയ്യുന്നവരെ ഫുള്ള് ക്ലീൻ ചെയ്ത് സ്ക്രീൻ ഗാർഡ് ഇന്ന് ഒട്ടിക്കാൻ സമയമില്ല. നാളെ നമ്മൾ എന്തായാലും പുറത്തൊക്കെ പോകുന്നുണ്ട് ഫാമിലിയായിട്ട്. അപ്പോൾ അന്ന് ചെയ്യാം. ഇന്ന് തന്നെ ഞാൻ കേസ് ആമസോണിൽ ഓർഡർ ചെയ്ത് ഇന്ന് വരും. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ഫിലിം കാണാം. ഞങ്ങൾ കാണാൻ പോകുന്ന ഫിലിമിൻ്റെ പേര് ഇതയം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഫിലിം. സോറി, അത് എന്തോ ഒരു പേര് മറന്നുപോയി. നമ്മുടെ ഈ കയാദു ലോഹറിൻ്റെയും പ്രീതി സിൻഡയൊക്കെ, പ്രീതി സിൻഡന്നല്ലേ പേര്, പ്രീതിയുടെ ഒരു ഫിലിമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പോയി കണ്ടിട്ട് വരാം. ഞാൻ അതിൻ്റെ റീൽസ് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഒരു റീൽ ഇങ്ങനെ കണ്ട സ്പോയിലർ ആവില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങ് സ്ക്രോൾ ചെയ്ത് കളഞ്ഞിട്ട് ആ ഫിലിമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നല്ല വെയിലുണ്ട്,
നട്ടപ്പുറം നല്ല വെയിലുണ്ട്. സൺസ്ക്രീനൊക്കെ വാരി പൊത്തിയിട്ടുണ്ട്, പക്ഷെ അറിയത്തില്ല, നമ്മൾ 2 വീലറിലാണ് പോകുന്നത്. സോ ഹോപ്പ്ഫുള്ളി എൻ്റെ സ്കിന്നിന് ഇന്ന് പണിയാവും. വീട്ടിൽ കുറച്ച് വെയിലുണ്ട്, അത് എപ്പോഴും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ചുമന്ന് വരും. ഭയങ്കര സെൻസിറ്റീവ്. നിങ്ങളിപ്പോൾ കഴുത്തിൽ ശ്രദ്ധിച്ചു, ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കിയെന്ന് വെച്ചോ അവിടെ ചുമക്കും. അത്രയും സെൻസിറ്റീവ്. ഇങ്ങനെ ആക്കിയാൽ മതി, അപ്പോഴേ ലൈറ്റ് വരും. ദാറ്റ് ടു സെൻസിറ്റീവ്. ലൈക്ക് മൈ സ്കിൻ ഇസ് സെൻസിറ്റീവ് ആസ് ഓഫ് മൈ. ലൈക്ക് എൻ്റെ പോലെ തന്നെ സെൻസിറ്റീവാണ് എൻ്റെ സ്കിന്നെന്നൊക്കെ. ഓക്കെ, ബ്ലഷൊക്കെ വാരി പൊത്തി. ആൻഡ് മൈ ലാഷ് എക്സ്റ്റൻഷൻ കാണാമോ? ഓക്കെ, അപ്പോൾ ഐ ലൈക്ക് ഇറ്റ്. ഇത് ഞാൻ കുറേ നാൾക്ക് ശേഷം ഈ ഷർട്ട് ഇടുന്നത്. കൊള്ളാമോ കൊള്ളൂല്ലേ എന്ന് പറയും. നിങ്ങൾക്ക് ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ വേണമെങ്കിൽ ഐ വിൽ ബി പോസ്റ്റിംഗ്. വേണമെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യും. സോ ഇനി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ചുമ്മാ ഇരിക്കും. അപ്പോൾ ഇതിലേക്ക് അമ്മ വരും. അമ്മ വന്നില്ലെങ്കിൽ അതിന് മുന്നേ എന്നെ പിക്ക് ചെയ്യാൻ വരും. എങ്കിൽ ഞാൻ പോകും. ഓക്കെ, അപ്പോൾ ബാക്കി പിന്നെ ഷൂട്ട് ചെയ്യാം. ചായ ഹലോ കുടിക്ക്. ഇത് വേണോന്ന് പറഞ്ഞിട്ടാണ് ഇട്ടത്. ഞാൻ പോണു പിന്നെ മല്ലെങ്കിൽ. കണ്ടേ സ്ട്രോ ഇട്ടൊക്കെ ചായ